വെൽക്കം ഫ്രണ്ട്സ്, മല്ലക്കോടലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡാറ്റാബേസുകളെ കുറിച്ചാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഏത് ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും ഡാറ്റാബേസ് അത്യാവശ്യമായിരിക്കും. അതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡാറ്റ ആപ്പിൽ കൊടുത്തു, അതൊരു പെർമനൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതൊരു റാൻഡംലി അല്ലെങ്കിൽ എപ്പോഴും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡാറ്റാബേസ് വഴി ആക്സസ് ചെയ്താലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യണം, ആ ഡാറ്റ മാറ്റിയിട്ട് പിന്നെ ഒന്നും കൂടി ആപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം. ഓക്കെ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ലാബിൽ കൊടുക്കുകയാണ്. ഓക്കെ, 2 ലാബിൽ. ഓക്കെ, ഒന്നാമത്തെ ലാബിൽ ഞാൻ നെയിം എന്നുള്ളൊരു ടെക്സ്റ്റ് മാറ്റുന്നുണ്ട്. നെയിം കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ മല്ലോ കോഡ് എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ മല്ലോ കോഡ് എന്നുള്ള ഒരു വാല്യൂ ഇതിൽ കൊടുത്തു. അപ്പോൾ ഈ മല്ലോ കോഡ് എന്നുള്ള വാല്യൂ നമുക്ക് എന്താണ്, ഇതിന് ശേഷം ഞാൻ ആപ്പ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. എല്ലാവർക്കും ഇതേ വാല്യൂ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഇതിങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതിൽ കയറിയിട്ട് വാല്യൂ മാറ്റിയിട്ട് ഒന്നും കൂടി എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓൺലൈനായിട്ട് എപ്പോൾ വേണമെങ്കിലും ഡാറ്റാബേസിൽ ഡാറ്റകൾ മാറ്റിയിട്ട് അത് ആപ്പിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഫയർബേസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. ഫയർബേസ് എന്നുള്ള അതിൽ ഇവിടെ ഗൂഗിൾ എന്നുള്ള ഓപ്ഷനിൽ പോയി കാണാം. ഓക്കെ, ഗൂഗിൾ ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടോ, ഇതൊക്കെ ഫയർബേസിൻ്റെ ഓരോ കമ്പോണൻസ് ആണ്. അതിൽ ഏറ്റവും രണ്ടാമത്തതായിട്ട് കാണിക്കുന്നതാണ് ഫയർബേസ് ഡാറ്റാബേസ്. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണിത്. ഓക്കെ, ഞാൻ ഇതെങ്ങനെയാണ് ഈ ഡാറ്റാബേസ് ഇതിലേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടെടുത്താൽ ഒരു വാണിംഗ് ഒക്കെ കാണിക്കും. ഓക്കെ കൊടുത്തിട്ട് കണ്ടോ, ഇതിപ്പോൾ ഇതൊരു ഇൻവിസിബിൾ ആണ്, ഇതിൽ കാണിക്കില്ല. ഓക്കെ, സോറി, ഇത് സ്റ്റോറേജ് ആണ്, മാറിപ്പോയതാണ്. ഫയർബേസ് ഡാറ്റാബേസ് എന്നുള്ളൊരു ഇത് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. കണ്ടതിൻ്റെ ഈ പ്രോപ്പർട്ടീസിൽ കാണിക്കുന്നുണ്ട് ഫയർബേസ് ടോക്കണും ഫയർബേസ് URL, അതേപോലെ പ്രൊജക്റ്റ് ബക്കറ്റ്. ഇതൊക്കെയാണ് ഈ ഫയർബേസ് ഡാറ്റാബേസിൻ്റെ മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ട പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത് ഓരോ പ്രൊജക്റ്റും, നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഫയർബേസിലൊരു ഡാറ്റാബേസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ടോക്കണും കിട്ടും, അതേപോലെ അതിൻ്റെ ഒരു URL, പ്രൊജക്റ്റിൻ്റെ ഒരു URL കിട്ടും. പിന്നെ അതേപോലെ പ്രൊജക്റ്റ് ബക്കറ്റ്, അതിൽ ഒരുപാട് ബക്കറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അത് എന്താണെന്ന് ഞാൻ അപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ മെയിനായിട്ടും ഇതിൽ കൊടുക്കേണ്ടത്. ഇത് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഇവർ കൊടുത്ത വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണോ പ്രൊജക്റ്റ് ഉണ്ടാക്കണേ ആ വാല്യൂസാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലെങ്ങനെ ഡാറ്റകൾ നമ്മളൊരു ആപ്പ് വഴി ഫയർബേസ് എന്ന ഡാറ്റാബേസിലേക്ക് എങ്ങനെ ഡാറ്റ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഡാറ്റകൾ ഇതിലേക്ക് റീഡ് ചെയ്യാം ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൽ എങ്ങനെയാണ് നമുക്കൊരു ഫയർബേസ് ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ടാബിൽ പോയിട്ട് ഞാൻ ഫയർബേസ് കൺസോൾ എന്ന് ക്ലിക്ക് ചെയ്യണം. ഫയർബേസ് കൺസോൾ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഫയർബേസ് കൺസോൾ എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, ഇതിൽ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഫയർബേസ് കൺസോൾ എന്ന് പറഞ്ഞാൽ ഈ സൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു ഇതായിരിക്കും തുറന്ന് വരിക. അപ്പോൾ നിങ്ങളിതിൽ ഞാൻ ഓൾറെഡി ഒരു സൈൻ ഇൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, ആ അക്കൗണ്ടിലുള്ള പ്രൊജക്റ്റ് കാണിക്കുന്നത്. ഞാൻ ഈ അക്കൗണ്ട് ഒന്ന് മാറ്റുകയാണ്, ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ കണ്ടോ, ഇത് ഓരോ അക്കൗണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴും ഇങ്ങനെ കാണിക്കും, ആ അക്കൗണ്ടിൽ ഏതൊക്കെ പ്രൊജക്റ്റുകൾ ആഡ് ചെയ്തിട്ടെന്ന് കാണിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എത്രയും പ്രൊജക്റ്റുകൾ ചേർക്കുക. അപ്പോൾ നമ്മൾ ആപ്പ് ബേസ്ഡ് ആയിട്ടാണ്, ഒരു ആപ്പിനൊരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് സാധാരണ കൊടുക്കൽ. അപ്പോൾ നിങ്ങളിൽ ഇതൊന്നും ഉണ്ടാവില്ല പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ.
അപ്പോൾ നിങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ സൈൻ ഇൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും ഫയർബേസിൽ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. എന്തൊന്ന് ലോഗൗട്ട് അയക്കുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യാം, ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സൈൻ ഇന് ഇവർ ചോദിക്കും, സൈൻ ചെയ്യാനുള്ള അക്കൗണ്ട് കാര്യങ്ങൾ അവർ ചോദിക്കും. അപ്പോൾ ഞാനിതിൽ സൈൻ ഇൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിലുള്ള പ്രൊജക്റ്റുകളാണ്. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആഡ് പ്രൊജക്റ്റ് പറഞ്ഞൊരു ഇത് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ആഡ് പ്രൊജക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പ്രൊജക്റ്റ്, എന്ത് പ്രൊജക്റ്റാണോ നിങ്ങൾ കൊടുക്കുന്നത് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഇവിടെ മല്ലോ കോഡെന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടോ, പേര് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇതിൽ അതിന് ശേഷം ഒരു ഇതിലൊക്കെ എന്ത് ചെയ്യുക, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എനാബിൾ ആയിരിക്കും. വീണ്ടും എന്ത് ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. ഇനി ഇവിടെ ഒരു നമുക്ക് ഗൂഗിൾ അനലൈറ്റിക്സ് അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ടാവും. അപ്പോൾ ഇതിലെന്ത് ചെയ്യാം, വേണമെന്നില്ല, എന്നാലും പുതിയൊരു ക്രിയേറ്റ് അക്കൗണ്ട് നിങ്ങൾ ഓൾറെഡി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. എന്തെങ്കിലും ഞാൻ ഇവിടെ മല്ലു കോഡൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ പുതിയത് ഓൾറെഡി ഉള്ളതാണ് നിങ്ങൾക്ക് ആ പേര് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താണോ പുതിയതായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് അത് കൊടുത്തിട്ട് സേവ് കൊടുക്കുക. എന്നിട്ട് അവിടെ ലൊക്കേഷൻ ഇതൊക്കെ ഡിഫാൾട്ടായിട്ട് ഉണ്ടാവും. ഇത് ആ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അല്ലെങ്കിൽ നേരെ പേര് കൊടുത്ത് അത് ഏതാണോ അനലൈറ്റിക്സ് അക്കൗണ്ട് അത് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ അക്സെപ്റ്റ് അടിച്ച് ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് ചെറിയൊരു ടൈം എടുക്കും. നമ്മളെ പ്രൊജക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് എന്തായി, അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ, ഇനി ഇവിടെ പ്രൊജക്റ്റ് ഈസ് റെഡി എന്ന് കാണിച്ചു. എന്നിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ആ പ്രൊജക്റ്റിലേട്ടായിരിക്കും പോവുക. അപ്പോൾ ഇത് ഇവിടെ ഈ സൈഡിൽ കാണാം അപ്ലിക്കേഷൻ, ഫയർബേസ് ഫയർസ്റ്റോർ ഡാറ്റാബേസ്, റിയൽ ടൈം ഡാറ്റാബേസ്. ഇതൊക്കെ ഈ ഫയർബേസ് കൊടുക്കുന്ന എന്താണ് സർവീസസ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ചൊക്കെ നേരത്തെ കണ്ടു. കൂടുതൽ സ്റ്റോറേജ് ഉണ്ട്, ഫയൽ സ്റ്റോർ ഉണ്ട്, അപ്ലിക്കേഷനൊക്കെ അതിൽ കണ്ടു. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഡാറ്റാബേസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനായിട്ടാണ് മൂന്നാമത്തെ റിയൽ ടൈം ഡാറ്റാബേസ്. ഓക്കെ, നമ്മളിതിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ റിയൽ ടൈം ഡാറ്റാബേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഇവിടെ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ എന്ത് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്നുള്ള കാണിക്കുന്നുണ്ട്. കയ്യിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഉണ്ടോ, ഇതൊക്കെ നെക്സ്റ്റ് അടിച്ചിട്ട് ഇതൊന്ന് സംഭവം വെച്ചാൽ ഇത് റൂൾസാണ്. നമ്മൾ ഡാറ്റാബേസ് ആരൊക്കെ വായിക്കണം അല്ലെങ്കിൽ ആരൊക്കെ ഇത് എഡിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ലോക്ക്ഡ് മോഡിലായിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ, ഇത് ലോഡാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഡാറ്റാബേസ് എന്തായിട്ടുണ്ട്, അതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ ഡാറ്റാബേസിൻ്റെ പേര്, മല്ലോ കോഡർ ഡിഫോൾട്ട് RTDB. ഇതായിരിക്കും നമ്മളെ പ്രൊജക്റ്റ്, നമ്മളെ ഫയർബേസ് ഡാറ്റാബേസിൻ്റെ പ്രൊജക്റ്റിൻ്റെ പേരാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫയർബേസ് കമ്പോണൻറ്റിൽ ഇവിടെ നമ്മൾ കണ്ടോ ഫയർബേസ് URL ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെയാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു URL കാണും ഫയർബേസ്. ഈ URL ആണ് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ട URL ആണ് അത്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഫയർബേസ് ടോക്കൺ കിട്ടണമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് പോവാം, ഇവിടെ സെറ്റിങ്സിൽ പോവാം. ഇത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഫസ്റ്റ് പ്രൊജക്റ്റ് സെറ്റിങ്സ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വെബ് APK എന്നുള്ള ഇവിടെ ഒന്നും കാണിച്ചിട്ടില്ല, നോ വെബ് APK. ഇതിങ്ങനെ ആയിരിക്കും നമ്മൾ ഫസ്റ്റായിട്ട് തുടങ്ങുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇത് നമ്മളെ APK കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ അറിയാം, ഒതന്റിക്കേഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് കൊടുക്കുക, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ആ APK കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എനാബിൾ ആക്കിയാൽ മാത്രം നമുക്ക് ആ APK കിട്ടുള്ളൂ. അപ്പോൾ ഇനി എവിടെ പോവാം, ആ പ്രൊജക്റ്റ് സെറ്റിങ്സിൽ ഒന്നും കൂടി പോവാം.
കണ്ടോ ഇപ്പം എന്തായിട്ടുണ്ട്, അവിടെ APK വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, കോപ്പി ചെയ്യാം. ഇതാണ് നമ്മളെ ഫയർബേസ് ടോക്കൺ. ഇവിടെ ഈ ഫയർബേസ് ടോക്കൺ കണ്ടല്ലോ, ഈ ഫയർബേസ് ഡാറ്റാബേസ് 1ൻ്റെ പ്രോപ്പർട്ടീസിൽ ടോക്കൺ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ എവിടെയാണുള്ളതെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെയാണ് അതിലേക്ക് ഡാറ്റ നമ്മൾ മാനുവലായിട്ട് ആഡ് ചെയ്യുക, ആപ്പിലൂടെ അല്ലാതെ എങ്ങനെയാണ് ഡാറ്റ ആഡ് ചെയ്യുക എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ടും 3 സംഭവങ്ങളാണുള്ളത്. ഒന്ന് പ്രൊജക്റ്റ് ബക്കറ്റ്, ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇവിടെ പ്രൊജക്റ്റ് ബക്കറ്റ് കണ്ടു. അപ്പോൾ ഈ ഫയർബേസിൽ ഒന്ന് പ്രൊജക്റ്റ് ബക്കറ്റ്, പിന്നെ കീ വാല്യൂ. കീ എന്ന് പറഞ്ഞാൽ അവിടെ നെയിം വാല്യൂ ടാഗിൻ്റെ നെയിമാണ് ഉദ്ദേശിക്കുന്നത്, ടാഗ് നെയിമും പിന്നെ അതിൻ്റെ വാല്യൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ബക്കറ്റും അതിൻ്റെ അടിയിൽ എങ്ങനെയാണ് വാല്യൂസ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ, മൗസ് കഴ്സർ ഒന്ന് വെച്ചെടുത്താൽ ഇവിടെ പ്ലസിൻ്റെ ഒരു സൈന് കാണിക്കും, ആഡ് ചൈൽഡ് എന്ന് കണ്ടു. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പ്രൊജക്റ്റ് ബക്കറ്റാണോ, ഉദാഹരണം ഇപ്പോൾ എനിക്ക് ഒരാളെ നമ്പറിൽ അയാളുടെ പേര് പാസ്വേഡൊക്കെ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അയാളെ പേര് മല്ലോ കോഡ് ഒന്ന് കൊടുക്കാം. ഉണ്ടോ, മല്ലോ കോഡ് എന്നുള്ള ഒരു പ്രൊജക്റ്റ് ബക്കറ്റിന് കീഴിൽ അവൻ്റെ പേരും പാസ്വേഡൊക്കെ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ വാല്യൂ കൊടുക്കേണ്ട, കാരണം പ്രൊജക്റ്റ് ബക്കറ്റിന് വാല്യൂ ഉണ്ടാവില്ല, ജസ്റ്റ് നെയിം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആ പ്രൊജക്റ്റ് ബക്കറ്റിന് കീഴിലാണ് നമ്മൾ വാല്യൂ നെയിമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു പ്ലസിൻ്റെ ചെയിൻ കാണാം, ഉണ്ടോ, ആഡ് ചൈൽഡ് ആണ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന നെയിമും വാല്യൂ എന്തായിരിക്കും, ഈ പ്രൊജക്റ്റ് ബക്കറ്റിൻ്റെ കീഴിലായിരിക്കും വരിക. അപ്പോൾ ഈ മല്ലോ കോഡ് എന്നുള്ള ഇവിടെ എന്ത് നെയിം, നമ്മൾ ഈ കീ പെയർ ഡിക്ഷണറി പോലെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ കീ വാല്യൂ പറഞ്ഞിട്ട്. അപ്പോൾ കീ ആയിട്ട് എന്തൊക്കെയാണ് കൊടുക്കുക, നമ്മൾ നെയിം എന്ന് കൊടുത്തിട്ട് കീ നെയിം ആയിരിക്കും. എന്നിട്ട് ഇവിടെ എന്തായിരിക്കും വാല്യൂ ആയിട്ട് മല്ലോ കോഡ്, എന്താണോ വാല്യൂ കൊടുക്കുന്നത് അതായിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായി, മല്ലോ കോഡ് എന്നുള്ള കീയിൽ എന്തായി, നെയിം എന്നുള്ള നെയിമിൽ ടാഗിൻ്റെ നെയിമിൽ വാല്യൂ ആയിട്ട് മല്ലോ കോഡ് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. ഇനി ഇത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആഡ് എന്നുള്ള ക്ലിക്ക് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, ഫയർബേസ് ബക്കറ്റാണ്. ഇഷ്ടമുള്ള എത്ര ബക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഉണ്ടാക്കാം. ഇതെന്താണ്, ഇതിൻ്റെ ടാഗിൻ്റെ നെയിമാണ് ഇത്, ആ ടാഗിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി. ഇനി ഈ പ്രൊജക്റ്റ് ബക്കറ്റിൽ നമുക്ക് വീണ്ടും എന്താണ് വേറെ ഒരു ടാഗും വാല്യൂ കൊടുക്കണം എന്നുള്ളത് എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റ് ബക്കറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു എന്ത് ചെയ്യും, ഇവിടെ അല്ല, ഏതാണ് പ്രൊജക്റ്റ് ബക്കറ്റ് കൊടുക്കേണ്ടത് അവിടെ പ്ലസ് കൊടുക്കുക. എന്നിട്ട് എന്താണെങ്കിൽ ഇപ്പോൾ നമുക്ക് പാസ്വേഡ് കൊടുക്കണം, പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് വാല്യൂവിൽ പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, പാസ്വേഡ് എന്നുള്ളത് ജസ്റ്റ് ഞാൻ 1 2 3 കൊടുക്കുകയാണ്. എന്നിട്ട് ആഡ് കൊടുക്കും. കണ്ടില്ലേ, ഈ മല്ലോ കോഡ് എന്നുള്ള ഒരാളെ ഡീറ്റെയിൽസിൽ എന്തൊക്കെ വന്നു, നെയിം മല്ലോ കോഡ് എന്ന് വന്നു, പാസ്വേഡ് ഈക്വൽ ടു 1 2 3 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് എത്ര എന്ത് ചെയ്യാം, ഇതിൽ എത്ര ടാഗും വാല്യൂകളും കൊടുക്കാം. ഇനി നമുക്ക് വേറെ പ്രൊജക്റ്റ് ഉണ്ടാക്കണം, വേറെ ഒരാൾ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കാരണം വേറെ പ്രൊജക്റ്റ് ബക്കറ്റ് വേണമല്ലോ. ഓരോരുത്തർക്കും ഓരോ പ്രൊജക്റ്റ് ബക്കറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ ഒരാൾ ഡീറ്റെയിൽസ് വെച്ച് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഡാറ്റാബേസ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ഐഡിയയിൽ വെച്ച് ഉണ്ടാക്കുക. നമുക്ക് പുതിയൊരു ബക്കറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ നേരെ പോയിട്ട് ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പ്രൊജക്റ്റിൻ്റെ പേര് എന്ത് ചെയ്യാം, ഞാനൊന്ന് ഡെമോ എന്നുള്ള ഒരാളെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ബക്കറ്റിന് പറഞ്ഞു ഇവിടെ വാല്യൂ കൊടുക്കരുത്, അപ്പം എന്താവും ഒരു ടാഗും വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ അത് പ്രൊജക്റ്റ് ബക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഒഴിച്ചിട്ടിട്ട് ഇവിടെ പ്ലസ് എന്നുള്ള സൈൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ എന്താണ് കൊടുക്കുന്നത് അത് കൊടുക്കുക, എന്ത് ടാഗ് കൊടുക്കുക. ഇപ്പോൾ നെയിം എന്ന് കൊടുത്തിട്ട് ഞങ്ങളുടെ ഡെമോ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യുക, ആഡ് കൊടുത്തിട്ടാണെങ്കിൽ ഈ വാല്യൂ ഇതിൽ ആഡായിട്ട് വരും. ഇനി നമുക്ക് ഒരേ സമയത്ത് തന്നെ ഒരുപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഡെമോൻ്റെ ഇവിടെ കാണും ഒരു പ്ലസ് ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത ഒരു കോളം എന്ത് വരും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എത്രയും കൊടുക്കാം. കണ്ടോ, ഞാനിവിടെ 2 കൊടുക്കുകയാണ്. കാരണം എന്താ, നമുക്ക് പാസ്വേഡ് എന്നുള്ളൊരു ടാഗിൽ വേറൊരു വാല്യൂ സേവ് ചെയ്യണം. ഓക്കെ, പാസ്വേഡ് വേറൊരു വാല്യൂ 789
ഓക്കെ, അപ്പോൾ ഇത് വേറൊരാളെ ബക്കറ്റാണ്. ഡെമോ എന്നുള്ള ബക്കറ്റിൽ നെയിം എന്നുള്ള ടാഗിൽ ഡെമോ സേവ് ചെയ്ത് വെച്ചു വാല്യൂ ആയിട്ട്. പിന്നെ നെയിം പാസ്വേഡ് എന്നുള്ള ടാഗിൽ 789 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ എന്ത് ചെയ്താൽ മതി, ആഡ് കൊടുക്കുക. ഉണ്ടോ, ഇപ്പോൾ 2 പ്രൊജക്റ്റ് ബക്കറ്റായി. ഇപ്പോൾ ഓരോ പ്രൊജക്റ്റ് ബക്കറ്റിലും സെയിം ടാഗും വാല്യൂ ആണ്, പക്ഷെ ഇതെന്താണ്, ഇതിൻ്റെ പ്രൊജക്റ്റ് ബക്കറ്റ് വേറെയാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഇനി എങ്ങനെയാണ് ഇതിലേക്ക് ഡാറ്റ ആക്സസ് ചെയ്യൽ, അതേപോലെ ഇങ്ങനെയാണ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യുക, മാനുവലായിട്ട് ആഡ് ചെയ്യും. പക്ഷെ നമുക്കിത് ആപ്പിലേക്ക് Kodular ആപ്പിലേക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നും അതുവഴി എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇതിലെ പ്രൊജക്റ്റ് ബക്കറ്റിൻ്റെ പേരെന്താണ്, Kodular എന്നുള്ളതാണ്. അപ്പോൾ Kodular എന്നുള്ള ഒരാളുടെ എന്ത് നെയിം നമുക്ക് പാസ്വേഡ് ഇതിൽ കിട്ടണം Kodular. അതിന് മുന്നേ നമുക്ക് ഇത് കൊടുത്ത ഡാറ്റകളാണിത്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ബട്ട് ഈ നെയിം എന്നുള്ള മൊത്തത്തിൽ ഞാൻ പറഞ്ഞു, ഒരു ഡിക്ഷണറിയിൽ ഒരു കീയും വാല്യൂവും ഡിലീറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഒപ്പം പോകുന്നു പറഞ്ഞു. അതേ സെയിം ഇതാണ് ഇതൊരു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഡിക്ഷണറി പോലെയാണ് ഏകദേശം ഈ Firebase എന്നുള്ള ഒരു എന്താ പറയുക കീ വാല്യൂ അങ്ങനെ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ്. ഒരു ഡാറ്റാബേസ് പലതരമുണ്ട്. ടാബുലർ ആയിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ ഇത് ടാബുലർ ആയിട്ടുള്ളതല്ല, ഇതൊരു കീയും വാല്യൂ ആയിട്ടാണ് കൊടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഈ നെയിം എന്നുള്ള ടാഗ് മൊത്തത്തിലാണ് ഡിലീറ്റ് ആയിപ്പോൾ. ഇവിടെ കണ്ടോ, ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ മൊത്തം പോകും. അതുപോലെ തന്നെ ഏത് കണ്ടോ ഇവിടെ ഡിലീറ്റ് കൊടുക്കുക. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോളം വരും. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വാല്യൂ ആണെങ്കിലും മാറ്റാം, എൻ്റർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ വാല്യൂ എന്തായി, അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മാനുവലായിട്ട് എഡിറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ റൂൾസ് ഞാൻ പറഞ്ഞു ആദ്യം ലോക്ക്ഡ് മോഡലാണ്, എല്ലാം ഫാൾസാണ്. ഇവിടെ ഈ റൂൾസിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ നമുക്ക് ഈ റൂൾസ് എഡിറ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ റൂൾസിൽ റീഡ് ഈക്വൽ ടു ഫാൾസ് ആണ്, റൈറ്റ് ഈക്വൽസ് ടു ഫാൾസ്. അപ്പം നമുക്ക് ഈ Firebase യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പം Kodular യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് Kodular വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഫാൾസ് എന്നുള്ളിടത്ത് ട്രൂ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ട്രൂ എന്നുള്ള അതിൽ വരും. ഇതേപോലെ തന്നെ റൈറ്റിൻ്റെ ട്രൂ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിപ്പോൾ രണ്ടും ട്രൂ ആയി. ഇനി എന്ത് ചെയ്യാം, Kodular വഴി നമുക്ക് ഡാറ്റ റീഡ് ചെയ്യുകയും ചെയ്യാം, റൈറ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഇത് പബ്ലിഷ് കൊടുത്തു. ഓക്കെ, കണ്ടോ ഇവിടെ യുവർ സെക്യൂരിറ്റി റൂൾസ് ആർ ഡിഫൈൻഡ് ആസ് പബ്ലിക്, എനിവൻ കാൻ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് ചെയ്യണം അത്ര നല്ലതല്ല. പക്ഷെ നമ്മളൊരു ബിഗിന്നർ ലെവലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സാധാരണ ഈ മോഡലാക്കിക്കുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒതനിക്കേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒതനിക്കേറ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രം എന്ത് ചെയ്യുക, ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാക്കാം. അപ്പോൾ പിന്നീട് ഒരിക്കൽ പറയാം, അല്ലിപ്പം പറഞ്ഞ കൺഫ്യൂഷനാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് Kodular പോയിട്ട് ആ ഡാറ്റ എങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ള ഒന്ന് പഠിക്കാം. അത് അടുത്ത വീഡിയോയിൽ കൊടുക്കാമെന്ന്. ഈ വീഡിയോയിൽ ഇത്രയൊന്ന് കണ്ടു വെക്കുക ബിഗിന്നറിൽ. ഓക്കെ, അപ്പോൾ താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി കണ്ടിട്ട് രണ്ടാമത്തെ പാർട്ടായിരിക്കും അതും കൂടി കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അധികം ലെങ്തി ആവേണ്ടവർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.